ഇടതുപക്ഷത്തിനല്ല കേരളത്തിനായി വോട്ട് നൽകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയുടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയല്ല കേരളത്തിന് വേണ്ടിയാണ് വോട്ട് നൽകാൻ ജനങ്ങൾ തയ്യാറാകേണ്ടത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് കുമളിയിൽ പറഞ്ഞു. LDF പീരുമേട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി K. സലീംകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. പഴയ കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറി. ഇപ്പോൾ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ വർഷം 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു വർഷം കേരളം സന്ദർശിക്കുന്നതിന് വേണ്ടി കേരളത്തിന് പുറത്തുനിന്നും ഇവിടെ ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം 1,30,00,000 എന്നാണ് കണക്കുകൾ. ഇതൊരു സർവകാല റെക്കോർഡാണ്. അതിൽ കുറേ ആളുകൾ മൂന്നാറും കുമളിയും തേക്കടിയും ഒക്കെ കാണാൻ വന്നവരുണ്ട്, കോവളവും കുമരവും ഒക്കെ കാണാൻ വന്നവരുണ്ട്. എന്നാൽ ഈ വന്നതിൽ ഒരു പങ്ക് കേരളത്തെക്കുറിച്ച് അറിയാൻ, പഠിക്കാൻ, പകർത്താൻ, അവിശ്വസനീയമായ നേട്ടങ്ങളുടെ നിറവിലെത്തിയ കേരളത്തിന്റെ പ്രത്യേകതകളെ തിരിച്ചറിയാനായി കടന്നു വന്നവരാണ് ലോകത്തിന്റെ പല ഭാഗത്തും. അതെന്തുകൊണ്ടാണ്? ലോകരാജ്യങ്ങളിൽ സാമൂഹ്യ വികാസത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന പലർക്കും കേരളം ഇന്ന് അവിശ്വസനീയമായ ഒരു വിസ്മയമാണ് നമ്മുടെ നാട്. അവർക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട്, അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെയുള്ള മുതലാളിത്ത വികസനത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളോട് കിടപിടിക്കാനും മത്സരിക്കാനും കഴിയും വിധം ഇന്ത്യയിലെ കേരളം എന്ന ഒരു പ്രദേശം വളർന്നു വന്നു. അതാണ് പ്രത്യേകത. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെ, കേന്ദ്ര ഭരണാധികാരികളുടെ അതിരു കവിഞ്ഞ അവകാശവാദങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമെന്താണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം? അതൊട്ടും അഭിമാനകരമല്ല. നമ്മുടെ രാജ്യം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഒരു കൊച്ചു നാട് മാറിയിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.